പ്രാർത്ഥനാ സമാജം 1867 ബോംബെയിൽ സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. മഹാദേവ ഗോവിന്ദ റാനഡെയും രാമകൃഷ്ണ ഭണ്ഡാർക്കറുമായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ മാർഗദർശികളിൽ പ്രധാനികൾ. ദക്ഷിണേന്ത്യയിലെ പ്രാർത്ഥനാ സമാജത്തെ പ്രോത്സാഹിപ്പിച്ച തെലുങ്കു പരിഷ്കർത്താവായിരുന്നു വീരേശലിംഗം പന്തലു. അദ്ദേഹം ഹിതകാരിണി സമാജം സ്ഥാപിച്ചു. ദൈവസ്നേഹം മാനവ സേവനത്തിന് എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ തത്വം. തിയോസഫിക്കൽ പ്രസ്ഥാനം ഇന്ത്യൻ ചിന്തയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട പാശ്ചാത്യരാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. 1875 ന്യൂയോർക്കിൽ മാഡം ബ്ലാവറ്റ്സ്കിയും കേണൽ ഓൾക്കോട്ടും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. 1882 അവർ അതിന്റെ ആസ്ഥാനം മദ്രാസിനടുത്തുള്ള അടയാറിലേക്ക് മാറ്റി. ഇന്ത്യയിൽ ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ തിയോസഫിക്കൽ പ്രസ്ഥാനം പ്രചാരത്തിലായി. മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിൽ ബനാറസിലെ സെൻട്രൽ ഹിന്ദു സ്കൂൾ ബനാറസ് ഹിന്ദു സർവകലാശാലയായി. ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും പ്രസിദ്ധീകരിച്ചത് ആനി ബസന്റ് ആണ്. യങ് ബംഗാൾ മൂവ്മെന്റ് കൽക്കട്ട ഹിന്ദു കോളേജിലെ അധ്യാപകനായ ഹെൻറി വിവിയൻ ഡെറോസിയോയാണ് യങ് ബംഗാൾ മൂവ്മെന്റ് ആരംഭിച്ചത്. വിവിയൻ ഡെറോസിയോയുടെ അനുയായികൾ ഡെറോസിയൻസ് എന്നറിയപ്പെട്ടു. വിവിയൻ ഡെറോസിയോ ആരംഭിച്ച പുതിയ സംഘടനയാണ് അക്കാദമിക് അസോസിയേഷൻ. സത്യശോധക് സമാജം പടിഞ്ഞാറൻ ഇന്ത്യയിൽ താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി ജ്യോതിറാവു ഫൂലെ പോരാടി. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. ഗുലാംഗിരി എന്ന കൃതി രചിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. മഹാരാഷ്ട്രയിൽ വിധവാ പുനർവിവാഹ പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കമിട്ടു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ചു. ദേവസമാജം 1887 ലാഹോറിൽ ശിവ് നാരായണൻ അഗ്നിഹോത്രിയാണ് ദേവസമാജം സ്ഥാപിച്ചത്. ദേവസമാജത്തിന്റെ മതഗ്രന്ഥമാണ് ദേവശാസ്ത്ര. ദേവസമാജത്തിന്റെ പഠിപ്പിക്കലുകൾ ദേവധർമ്മ എന്നറിയപ്പെട്ടിരുന്നു.